ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം നമ്മളൊരു ബ്ലൂ സ്റ്റാർ 1.5 ടൺ നോൺ ഇൻവേർട്ടർ സ്പ്ലിറ്റ് എ സിയുടെ പി സി ബികളാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മോഡലിൽ 2 പി സി ബികളാണുള്ളത്. അപ്പോൾ ഈ പി സി ബി എന്ന് പറയുന്നത് ഒരു പവർ സപ്ലൈ പോലെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സർജ് പ്രൊട്ടക്ഷൻ കൂടാതെ EMI ഫിൽറ്ററിങ്, പിന്നെ ഫാൻ മോട്ടറിൻ്റെ കപ്പാസിറ്റർ, ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതൊരു പവർ സപ്ലൈ ആണ്. ഇതാണ് അതിൻ്റെ മെയിൻ സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വന്നിട്ടുള്ള പ്രശ്നം എന്തായിരുന്നെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഫ്യൂസ് കാരിയർ ഇതാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ചെറിയ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലൂസ് കോണ്ടാക്റ്റ് വന്നതുകൊണ്ടാണ് ഇതിന് ഇതുപോലെ ഡാമേജ് പറ്റിയത്. അപ്പോൾ അതിന് ശേഷം ഞാനത് സോൾഡർ ചെയ്തതാണ്. അപ്പോൾ ആ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഈ ബോർഡിൻ്റെ മറ്റേ നേരത്തെ കാണിച്ച ബോർഡിനും പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചിത്രം നോക്കുക. അപ്പോൾ ഈ ബോർഡിൽ 4 കണക്ഷൻസ് ഉണ്ട് പ്രധാനമായിട്ട്. അതിൻ്റെ അകത്ത് ഇതിനെ നമ്മൾ എൽ ഇൻ, അതായത് ലൈൻ ഇൻ, ഫേസ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഇവിടെയാണ്. ഇവിടെ ന്യൂട്രൽ ഇൻ, എൻ ഇൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ന്യൂട്രൽ ഇൻപുട്ട് കൊടുക്കുന്നത്. കൂടാതെ ഇവിടെ എഴുതിയിട്ടുണ്ട് എൻ ഔട്ട്, ന്യൂട്രൽ ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ CNL2 റെഡ് എന്നും എഴുതിയിട്ടുണ്ട്. ഇതാണ് ഔട്ട്പുട്ട് ഫേസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഈ കപ്പാസിറ്ററാണ്. ഇത് ഇവാപ്പറേറ്റർ ഫാൻ മോട്ടറിൻ്റെ കപ്പാസിറ്ററാണ്. 3 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ്. അപ്പോൾ അതിൻ്റെ 2 കണക്ഷൻസാണ് ഇവിടെ PC1 എന്നും PC2 എന്നും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടുമായിട്ട് ഐസൊലേറ്റഡ് ആണ്. ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കിതിൻ്റെ അകത്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എൽ ഇൻ എന്ന് കാണിച്ചിരിക്കുന്ന പോയിൻ്റ് ഇതാണ്. എൻ ഇൻ എന്ന് കാണിച്ചിരിക്കുന്ന പോയിൻ്റ് ഇതാണ്. ഇനി ഇവിടെ നമ്മൾ ഫേസും ഇവിടെ ന്യൂട്രലും ഇൻപുട്ട് കൊടുത്തു. അതിനുശേഷം ഈ എൽ ഇന്നിൽ വരുന്ന ഒരു ഫ്യൂസാണ്. അപ്പോൾ ഈ ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഈ കാണിച്ചിരിക്കുന്ന ഒരു കാർട്രിഡ്ജ് ഫ്യൂസാണ്. അതിനുശേഷം ഇത് പോകുന്നത് വേരിസ്റ്റർ എന്ന കമ്പോണൻറ്റിലേക്കാണ്. അപ്പോൾ വേരിസ്റ്ററിൻ്റെ ഒരറ്റം ഇവിടെ ഫ്യൂസിൽ നിന്ന് വരുന്ന ആ ഫേസിലും, മറ്റേ അറ്റം എൻ ഇൻ എന്ന് പറയുന്ന കണക്ഷനിൽ നിന്ന് വരുന്ന ന്യൂട്രലും ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വേരിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വേരിസ്റ്ററിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്നാണ്. അതായത് ഇത് ശരിക്കും ഈ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹൈ വോൾട്ടേജ് സ്പൈക്ക് വരുന്ന സമയത്ത് ഈ ബോർഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ റെസിസ്റ്റൻസ് അപ്പോൾ കുറയുന്നു, വളരെയധികം കുറയുന്നു. അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ ഫേസും ന്യൂട്രലും തമ്മിൽ കണക്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് അതൊരു ഷോർട്ട് സർക്യൂട്ട് പോലെ വർക്ക് ചെയ്യും. ആ സമയത്ത് ഈ ഫ്യൂസിൻ്റെ അകത്തൂടെയുള്ള കറണ്ട് കൂടി, ഈ 15 ആമ്പിയറിൻ്റെ ഫ്യൂസാണ്. അപ്പോൾ 15 ആമ്പിയറിൻ്റെ മുകളിലാകുമ്പോൾ ഫ്യൂസ് ഡിസ്കണക്റ്റ് ആയി ഇത് ഈ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വേരിസ്റ്റർ എന്ന് പറയുന്നത്. ഇതൊരു ബോക്സ് ടൈപ്പ് പാക്കേജാണ്. ഇത് ഒരു റൗണ്ട് ഷേപ്പിലും സാധാരണയായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും, ഈ വേരിസ്റ്റർ എന്ന് പറയുന്ന കമ്പോണൻറ്റിൽ നിന്ന് പിന്നെ വരുന്നത് ഒരു കപ്പാസിറ്ററിലേക്കാണ്. ഇതിനെ നമ്മൾ സേഫ്റ്റി കപ്പാസിറ്റർ എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഗ്രേ കളറ്, ഇതിനെയാണ് നമ്മൾ സേഫ്റ്റി കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം വരുന്ന ഈ കമ്പൗണ്ടിനെ നമ്മൾ കോമൺ മോഡ് ഫിൽറ്റർ എന്നാണ് പറയുക. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ് മുഖേന ഈ പവർ സപ്ലൈയിൽ വരുന്ന വോൾട്ടേജ് സ്പൈക്കുകൾ, അതായത് പെട്ടെന്നുണ്ടാകുന്ന വോൾട്ടേജിൻ്റെ ഉയർച്ചകൾ, അപ്പോൾ അതിനെയാണ് വോൾട്ടേജ് സ്പൈക്ക് എന്ന് പറയുന്നത്. ആ സ്പൈക്കുകളെ ഫിൽറ്റർ ചെയ്യുക, അതാണ് ഈ കോമൺ മോഡ് ഫിൽറ്ററിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇത് കോമൺ മോഡ് ഫിൽറ്ററാണ്. ഇതിൽ ഈ വരച്ചിരിക്കുന്ന കോയിലെന്ന് പറയുന്നത് ന്യൂട്രലിൻ്റെ കോയിലാണ്, ഈ വരച്ചിരിക്കുന്ന ഫേസിൻ്റെ കോയിലാണ്. അപ്പോൾ ഇവിടെ ഈ കരിഞ്ഞു പോയിരിക്കുന്നതെന്ന് പറയുന്നത് ന്യൂട്രൽ ഭാഗത്തെ കോയിലാണ്. പക്ഷേ ഇത് കരിഞ്ഞു പോയാലും ഇതിൻ്റെ ഇവിടെ കണ്ടിന്യൂറ്റി നോക്കിയപ്പോൾ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ അവസ്ഥയിലായതുകൊണ്ട് നമുക്കിനി ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോമൺ മോഡ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ മറ്റൊരു സേഫ്റ്റി കപ്പാസിറ്ററുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഈ കോമൺ മോഡ് ഫിൽറ്ററിൻ്റെ മുൻപിലും പുറകിലുമാണ് ഓരോ സേഫ്റ്റി കപ്പാസിറ്റർ കാണപ്പെടുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ EMI ഫിൽറ്ററിംഗ് ആണ്. EMI എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് എന്ന് പറയും.
അതായത് നമ്മൾ ഈ എ സി ഓണാക്കുമ്പോഴും നമ്മുടെ വീട്ടിലെ ടി വികളിലൊക്കെ ചെറിയ ഗ്രെയിൻസ് പോലെ വരാറുണ്ട്. അതിനെയാണ് EMI, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്, റേഡിയോ ഇൻ്റർഫറൻസ് എന്ന് പറയും. അപ്പോൾ അത് ഓണാക്കുമ്പോഴും ഓഫാക്കുമ്പോഴും മറ്റുള്ള ഉപകരണങ്ങളിൽ ആ ഇൻ്റർഫറൻസ് വരാതിരിക്കാൻ വേണ്ടി അതിനെ ഫിൽട്ടർ ചെയ്യാനുള്ളതാണ് ഈ സേഫ്റ്റി കപ്പാസിറ്റർ. അപ്പോൾ അതുപോലെ തന്നെ കോമൺ മോഡ് ഫിൽറ്ററിൻ്റെ മുമ്പിലൊരു കപ്പാസിറ്റർ കാണും, അതിൻ്റെ താഴെ ഒരു കപ്പാസിറ്റർ കാണും. ഇനി അതിനുശേഷം സേഫ്റ്റി കപ്പാസിറ്ററിൽ നിന്ന് അടുത്ത കണക്ഷൻ പോകുന്നത് N ഔട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, ഇതാണ് N ഔട്ട്. അതുപോലെ തന്നെ സേഫ്റ്റി കപ്പാസിറ്ററിൻ്റെ മറ്റേ ലെഗിൽ നിന്ന് വരുന്നത് L ഔട്ടിലേക്കാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ L ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെയിൻ സർക്യൂട്ട് ബോർഡുണ്ട്. അപ്പോൾ ആ സർക്യൂട്ട് ബോർഡിലെ റിലേയിലേക്കാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി മൾട്ടിമീറ്റർ എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൽ കണ്ടിന്യൂറ്റി ഫംഗ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് വർക്കിംഗ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ L ഇന്നിൽ വരുന്ന ഫേസ് അത് നമ്മൾ ഈ CN-L2 എന്ന് പറയുന്ന പോയിന്റിൽ വരണം. അത് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ N ഇൻ എന്ന് പറയുന്ന ആ ടെർമിനലിൽ നിന്ന് N ഔട്ടിലേക്കും കണ്ടിന്യൂറ്റി ഉണ്ടാകണം. അപ്പോൾ ഇവിടെ വരുന്ന ഫേസും ന്യൂട്രും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോർഡിന് പ്രത്യക്ഷത്തിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമുക്ക് ഈ കോമൺ മോഡ് ഫിൽറ്റർ മാറ്റുന്നതായിരിക്കും നല്ലത്. പിന്നെയുള്ളത് ഈ കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്റർ ബ്ലോവർ ഫാൻ മോട്ടറിൻ്റെ കപ്പാസിറ്ററാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സർക്യൂട്ടുമായിട്ട് ഐസൊലേറ്റഡ് ആണ്. ഈ സർക്യൂട്ടും ഈ കപ്പാസിറ്ററുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത മെയിൻ PCB ബോർഡിൻ്റെ ഫംഗ്ഷനാണ് ചെക്ക് ചെയ്യാനുള്ളത്.